ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സോഷ്യോളജിയാണ് നോക്കാൻ പോണത്. സോഷ്യോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും പ്രശ്നങ്ങൾ. പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് നമുക്കറിയാമല്ലോ, SC/ST വിഭാഗക്കാർ, അവരെക്കുറിച്ചാണ് നമ്മളിൽ പഠിക്കാൻ പോണത്. അപ്പോൾ എന്താണ് അവർ, SC എന്ന് പറഞ്ഞാൽ എന്താണ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്താണ്, അവരുടെ ഫീച്ചേഴ്സ്, അവരുടെ പ്രശ്നങ്ങൾ, ഇതുതന്നെയുള്ള ഒന്ന് SC/STയിലും ഷെഡ്യൂൾഡ് ട്രൈബിലും. അപ്പോൾ അവർ രണ്ട് കൂട്ടരുടെയും അവരെ ഒരു ഡെഫിനിഷൻ, അതേപോലെ തന്നെ എന്താണ് അവരുടെ ഫീച്ചേഴ്സ്, അവരുടെ പ്രശ്നങ്ങൾ, ഇത്രയാണ് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണിത്. രണ്ട് ആൾക്കാരെ കുറിച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വായിച്ച് നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ അതിന് മുന്നേ എന്താണ് ഈ പട്ടികജാതിക്കാർ എന്ന് പറയണത്? എന്തെങ്കിലും തരത്തിലുള്ള പട്ടികകളുടെ ബിസിനസ് നടത്തുന്നവരാണോ? എന്താണ് ഈ പട്ടികജാതിക്കാർ? പട്ടികജാതിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയിത്തം, കേരള സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു കാര്യമാണ് എന്ത്, അയിത്തം എന്ന് പറയുന്നത്. ഈ അയിത്ത ജാതിക്കാർക്ക്, അയിത്തപ്പെട്ട താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്ക് സഹായങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് സർക്കാർ ഒരു പട്ടിക തയ്യാറാക്കി. 1935 ജാതികളുടെ പട്ടിക തയ്യാറാക്കി. അപ്പോൾ ഏതൊക്കെയാണ് അയിത്ത ജാതിക്കാരെ, ആരൊക്കെയാണ് പിന്നോക്കം നിൽക്കുന്നവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പട്ടിക ഉണ്ടാക്കി. ആ പട്ടികയിൽ ഉൾപ്പെട്ട ജാതികൾ എന്നർത്ഥത്തിലാണ് പട്ടികജാതിക്കാരെന്ന് പേര് വരുന്നത്. അയിത്ത ജാതിക്കാർക്ക് സഹായങ്ങൾ നൽകുന്നതിന് സർക്കാർ 1935 ജാതികളുടെ ഒരു പട്ടിക തയ്യാറാക്കി. പട്ടികയിൽ 429 ജാതികൾ ഉൾപ്പെട്ടു. അവരുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് 5.35 കോടിയായിരുന്നു. ഈ പട്ടികയിൽ ഉൾപ്പെട്ട ജാതികൾ എന്നർത്ഥത്തിലാണ് പട്ടികജാതിക്കാർ എന്ന പേര് വരുന്നത്. ആ പട്ടികയിൽ ഉൾപ്പെട്ടവരാണോ അവർ പട്ടിക ജാതിക്കാരാണ്. അപ്പോൾ മൊത്തം 429 ജാതികളാണ് അങ്ങനെ ഇന്ത്യയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങളെന്ന് നോക്കാം. അതിലൊന്നാമത്തത് സാമൂഹ്യപരമായ പ്രശ്നങ്ങൾ. അപ്പോൾ സാമൂഹ്യപരമായ പ്രശ്നങ്ങളിൽ ഒന്നാമത്തെ എന്തുതന്നെയാണ്, അയിത്തം തന്നെയാണ് അല്ലേ. തൊട്ടുകൂടായ്മ അവരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അയിത്തം പറഞ്ഞുകൊണ്ട് എന്താണ് അവരെ സമൂഹത്തിൽ മാറ്റി നിർത്തുകയാണ് ചെയ്തിരുന്നത്. അവരുടെ മറ്റുള്ള ആചാരങ്ങളിലോ അല്ലെങ്കിൽ എന്താണ് പൊതുസ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കാനോ അങ്ങനെയൊന്നുമില്ല, യാതൊരു തരം വേർതിരിവ് അവിടെ ഉണ്ടാവുകയാണ്. ഇനി രണ്ടാമത്തത് മതപരമായ പ്രശ്നങ്ങൾ. മതപരമായ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പട്ടികജാതിക്കാരുടെ മതപരമായ ആവശ്യതകൾ ഇന്നും തുടരുന്നു. അതായത് പല സ്ഥലത്തും പട്ടികജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. അതേപോലെ ബ്രാഹ്മണർക്ക് നൽകുന്ന പദവികളോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പൂജകൾ ചെയ്യാനോ ഒന്നും എന്താണ് ഇവർക്ക് അധികാരം ഉണ്ടായിരുന്നില്ല. ഇവർക്ക് ശ്മശാനങ്ങൾ ഉണ്ടായിരുന്നില്ല, പൊതു ശ്മശാനങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള മതപരമായ രീതിയിലും അവരെ മാറ്റി നിർത്തപ്പെട്ടിരുന്നു. ഇനി അടുത്തത് വരുന്നത് വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങളാണ് അവരുടെ. വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവിദ്യാലയങ്ങളിൽ പോകാനോ അഭ്യസിക്കാനോ ഒന്നുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. സംസ്കൃത പഠനം അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. ഇങ്ങനെയൊക്കെ അവർ വിദ്യാഭ്യാസപരമായി എന്താണ് സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗമാണ്. ഇനി സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അവർക്ക് നല്ല വേതനമുള്ള ജോലി ചെയ്യാനോ ഒന്നും അവർക്ക് അവസരങ്ങളില്ല. ഒന്നാമത്തേത് വിദ്യാഭ്യാസം ഇല്ല. രണ്ടാമത്തെന്താണ്, അങ്ങനെയുള്ള ജോലികളിലേക്കൊന്നും ഇവരെ കൊണ്ടുപോവില്ല. അപ്പോൾ അവർക്ക് മതിയായിട്ടുള്ള വേതനങ്ങൾ കിട്ടില്ല. പിന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് എന്താണ്, അതുകൊണ്ട് തന്നെ വളരെ കുറവായിരുന്നു. വളരെ ചുരുക്കം പേര് മാത്രമാണ് ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നത്. അപ്പം ഇന്നാണെങ്കിലോ, ഇന്ന് ഭൂരിപക്ഷം പട്ടികജാതിക്കാരും ഭൂരഹിത കർഷക തൊഴിലാളികളാണ്. അടുത്തത് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇവർ സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ളവരായതുകൊണ്ട് തന്നെ എന്താണ്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലോ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളിലോ ഒന്നും അവർക്ക് ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല, സ്ഥാനം കൊടുത്തിരുന്നില്ല. അവരെ അവിടെയും എന്താണ് മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്തിരുന്നത്. ഇതൊക്കെയാണ് പട്ടികജാതിക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഇനി ഭരണഘടന ചില വ്യവസ്ഥകൾ അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതിനൊരു പരിഹാരം എന്നോണം ഭരണഘടനയിൽ ചില പോംവഴികളുണ്ട്. അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ചില വകുപ്പുകളാണത്. 14-ാം വകുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിലെ എല്ലാ പൗരന്മാരും തുല്യരാണ് എന്നാണ് ആ വകുപ്പ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ്, ഏതെങ്കിലും രീതിയിൽ അവർ മാറ്റി നിർത്തപ്പെട്ട് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സുപ്രീം കോടതിനെയോ ഹൈക്കോടതിനെയോ നേരിട്ട് പോയിട്ട് നമുക്ക് കേസ് കൊടുക്കാം. അപ്പോൾ 14-ാം വകുപ്പ് പ്രകാരം എന്താണ്, ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും സമന്മാരാണ്. അടുത്തത്
16-ാം അനുച്ഛേദം. അപ്പോൾ ആ 14-ാം വകുപ്പിൽ തന്നെ 14-ാം അനുച്ഛേദം പറയണത് മതം, ജാതി, ലിംഗം, വർണ്ണം, വർഗം അങ്ങനെ ഒന്നിൻ്റെ പേരിലും എന്ത് പാടില്ല, ആരെയും വിവേചിച്ച് കാണിക്കാൻ പാടില്ല, വിവേചിച്ച് നിർത്താൻ പാടില്ല എന്നാണ് 15-ാം അനുച്ഛേദം. 14-ാം അനുച്ഛേദം അല്ലെങ്കിൽ 14-ാം വകുപ്പിൽ പറയുന്നത് എന്താണ്? നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. 15 പറയുന്നത് എന്താണ്? യാതൊരു തരത്തിലുള്ള വിവേചനം പാടില്ല. ഇനി 16-ാം അനുച്ഛേദം പറയുന്നത് സർക്കാർ ഓഫീസിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലികൾക്കൊക്കെ തുല്യ അവസരമായിരിക്കണം. ഈ പട്ടികജാതിക്കാർക്കും എന്താണ്? തുല്യ അവസരമായിരിക്കണം. 17-ാം അനുച്ഛേദം പറയുന്നത് തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ ഐത്താചാരണം, ഐത്തത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥ, അതെന്താണ്? അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല എന്നും അത് ശിക്ഷാർഹമാണെന്നുമാണ് 17-ാം അനുച്ഛേദം പറയുന്നത്. ഇനി 330 മുതൽ 332 വരെയുള്ള അനുച്ഛേദം പറയുന്നത് ലോകസഭ നിയമസഭകളിലേക്കൊക്കെ എന്താണ്? അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ള സീറ്റുകൾ അവർക്ക് കൊടുക്കണം. റിസർവ്ഡ് സീറ്റുകൾ കേട്ടിട്ടുണ്ടാവും അല്ലേ നമ്മൾ? അപ്പം അത് കൊടുക്കണമെന്നാണ് 330 മുതൽ 332 വരെയുള്ള അനുച്ഛേദങ്ങൾ പറയുന്നത്. 14-ാം അനുച്ഛേദത്തിൽ എന്താ പറയണത്? തുല്യതയാണ്. 15-ൽ ഒന്നിൻ്റെയും പേരിലുള്ള വിവേചനം പാടില്ല. 16-ൽ എന്താണ്? ജോലികളിലൊക്കെ തുല്യ അവസരമായിരിക്കണം. 17-ൽ എന്താണ്? തൊട്ടുകൂടായ്മ പാടില്ല. 330 മുതൽ 332 വരെ പറയുന്നത് ലോകസഭ നിയമസഭകളിലെ സീറ്റുകളിലൊക്കെ ഇവരുടെ ജനസംഖ്യയ്ക്ക് അനുപാതികമായിട്ടുള്ള സീറ്റുകൾ അവർക്ക് സംവരണം ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് 1955-ലെ തൊട്ടുകൂടായ്മ നിരോധന നിയമം, അൺടച്ചബിലിറ്റി ഓഫേഴ്സ് ആക്ട്. അൺടച്ചബിലിറ്റി ഓഫേഴ്സ് ആക്ട് അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ നിരോധന നിയമം അത് പാസ്സായിട്ടുള്ളത് 1955-ലാണ്. അപ്പോൾ അത് ഉൾപ്പെട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു 17-ാമത്തെ വകുപ്പിലാണ്. അപ്പോൾ ഇത് പ്രകാരം എന്താണ്? ഏതെങ്കിലും ഒരു തരത്തിലൊരു വ്യക്തിയെ എന്താണ് ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് പോയി കേസ് ഫയൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസം മുതൽ 6 മാസം വരെയുള്ള തടവ് ശിക്ഷ. അതേപോലെ ആദ്യ തവണ അയാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 100 മുതൽ 500 വരെയുള്ള പിഴ. പിന്നെ 2ാം തവണയും അയാൾ അതേ കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ അതിന് 200 മുതൽ 500 വരെ പിഴ. പിന്നെയും ആവർത്തിച്ച് കഴിഞ്ഞാൽ 200 മുതൽ 1000 വരെയുള്ള പിഴ. ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇത്രയും കർശനമായിട്ടുള്ള നിയമങ്ങളൊക്കെ നിലനിന്നാലും എന്താണ്? ഇന്ത്യയിൽ പലയിടങ്ങളിലും ഈ ഐത്താചാരണം അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ അൺടച്ചബിലിറ്റി നടക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് പട്ടികവർഗക്കാർ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് തൊട്ടുകൂടായ്മ പറയുന്നത് ഏത് വകുപ്പിലാണെന്ന്. ആർട്ടിക്കിൾ 17. വകുപ്പ് ഏതാണ്? 17. ഇനി നോക്കാനുള്ളത് പട്ടിക വർഗക്കാരാണ്. ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ്. അപ്പോൾ ട്രൈബ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? ഗോത്രവർഗക്കാരാണ്, കാട്ടിലുള്ള ആദിവാസികളാണ്. പൊതുവായൊരു മേഖലയിൽ അധിവസിക്കുകയും പൊതുവായൊരു ഭാഷ സംസാരിക്കുകയും പൊതുവായൊരു സംസ്കാരം പുലർത്തുകയും ചെയ്യുന്ന നിരക്ഷരരായ തദ്ദേശീയരുടെ സഞ്ചയമാണ് ഒരു ഗോത്രം അല്ലെങ്കിൽ ട്രൈബ്. അപ്പോൾ ഇവർക്ക് എന്താണ്? പൊതുവായിട്ട് അവർ ഒരുമിച്ച് താമസിക്കുന്നു, പൊതുവായൊരു ഭാഷ സംസാരിക്കുന്നു. ആ ഭാഷയുടെ പ്രത്യേകം നമുക്കറിയാം എന്താണ്? ലിപി ഇല്ല, നമ്മൾ നേരത്തെ ഉന്നത ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്? അവർക്കൊരു പ്രത്യേക സംസ്കാരമുണ്ട്. പിന്നെ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അവർ നിരക്ഷരരായിരിക്കും, വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കും. അങ്ങനെയുള്ള ആളുകളുടെ ഒരു കൂട്ടത്തിനെയാണ് എന്ത് പറയാം? പട്ടിക വർഗക്കാർ അല്ലെങ്കിൽ എന്താണ്? ഗോത്രം അല്ലെങ്കിൽ ട്രൈബ് എന്നൊക്കെ പറയാം. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ? ഇവരുടെ ട്രൈബ്സിൻ്റെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളത് വിശാലമായിട്ട് ഒരു പാഠത്തിൽ കണ്ടാണ് കേട്ടോ. ഐക്യരൂപമുള്ള വംശീയ വിഭാഗം, പൊതുവായൊരു ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ചറിയാവുന്ന വ്യക്തിത്വം. ഓരോ ട്രൈബ്സിനും പ്രത്യേകം ഭാഷയും ആചാരമൊക്കെ ആയിരിക്കും. പ്രാകൃതമായ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നു. ഭാഷയ്ക്ക് ലിപിയില്ല. ഒരു പ്രത്യേക മേഖലയിൽ അധിവസിക്കുന്നു. വൈദഗ്ധ്യ തൊഴിൽ വിഭജനത്തിൻ്റെ അഭാവം. വ്യക്തമായി നിർവചിക്കപ്പെട്ട രാഷ്ട്രീയ അതിർത്തിയുണ്ട്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ കണ്ടതാണ്. അപ്പോൾ എന്താണ് ട്രൈബ്സ്? അവരുടെ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് നോക്കാനുള്ളത് അവരുടെ പ്രോബ്ലംസ് ആണ്. അല്ലെങ്കിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഷെഡ്യൂൾഡ് ട്രൈബ്സ് നേരിടുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിലൊന്നാമത്തത് ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ മൂലമുള്ള പ്രശ്നങ്ങൾ. ഇവരെപ്പോഴും എന്താണ്? ഒതുങ്ങി നിൽക്കുന്ന ഒരു സമൂഹമാണ്. ഒന്ന് കാടിൻ്റെ അകത്ത്
അല്ലെങ്കിൽ താഴ്വരകളിൽ അല്ലെങ്കിൽ ചെങ്കുത്തായിട്ടുള്ള പ്രദേശങ്ങളിൽ മലകളിൽ ഒക്കെയാണ് അവർ അധിവസിക്കുക. അപ്പോൾ എന്താണ്, അവരാകെ മൊത്തത്തിൽ പുറം ലോകമായിട്ട് അവർക്ക് അങ്ങനെ ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അത് കൊണ്ടുവരും. അപ്പോൾ മറ്റുള്ളവരെ ഇടപഴകുക എന്ന് പറയുന്നത് എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ദുഷ്കരമാണ്. അപ്പോൾ അവരങ്ങനെ ഒറ്റപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തത് സാംസ്കാരിക പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ഗോത്രവർഗ്ഗക്കാർക്ക് അല്ലെങ്കിൽ ട്രൈബ്സിന് അവരുടേതായിട്ടുള്ളൊരു സംസ്കാരവും ആചാരമൊക്കെയാണ് അവർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാധാരണ ജനങ്ങളുമായിട്ട് എന്താണ് അത്തരം സംസ്കാരത്തിന് ഒത്തിണങ്ങി പോകാൻ പറ്റില്ല. നമുക്കത് അങ്ങോട്ട് എന്താണ് ദഹിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരുടെ ആചാരങ്ങളൊക്കെ. ഇനി സാമൂഹ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അവർ അങ്ങനെ പാരമ്പര്യത്തിലും ആചാരങ്ങളൊക്കെ കുടുങ്ങി ഒരു അന്ധവിശ്വാസങ്ങളൊക്കെ ആയിട്ട് അവരങ്ങനെ അങ്ങോട്ട് തലമുറകളായിട്ട് അവിടെ അങ്ങനെ കുടുങ്ങിക്കെടുക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, പലതരത്തിലുള്ള ദുശീലങ്ങൾക്ക് ഈ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ തന്നെ എന്താണ് നമുക്ക് യുക്തിപരമല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു പോരുന്നവരാണ്. ഇനി ഇതിൽ തന്നെ അവരനുഭവിക്കുന്ന ഒരു കാര്യമാണ് നിരക്ഷരത, വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്. അവരിങ്ങനെ ഒറ്റപ്പെട്ട് പോയ സമൂഹം ആയതുകൊണ്ട് തന്നെ എന്താണ് പുറം ലോകമായിട്ട് കണക്ഷൻ ഇല്ല, വിദ്യാഭ്യാസത്തെക്കുറിച്ച് അവർക്ക് അറിയുന്നില്ല. അപ്പോൾ അവരെന്താണ് ഓട്ടോമാറ്റിക്കലി പഠിക്കാനൊന്നും പോകാൻ പറ്റുന്ന സാഹചര്യം ആകുമ്പോൾ അവർ നിരക്ഷരരായി മാറാണ്. പിന്നെ ആരോഗ്യവും പോഷകാഹാരവും അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ ആരോഗ്യ ദൃഢഗാത്രമൊക്കെ ആയിരിക്കും, പക്ഷേ പോഷകാഹാരം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിവുണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നു, അങ്ങനെയുള്ള രീതി മാത്രമാണ്. പക്ഷെ അത് പിന്നെ ഇങ്ങനെ അവരുടെ ജീവിത രീതികളും സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ എന്താണ് അവർക്ക് അണുബാധകൾ ഉണ്ടാവാനൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെയുള്ളത് എന്താണ്, അപ്പം ഇവർക്ക് കുടിക്കാൻ ശുദ്ധമായിട്ടുള്ള വെള്ളം ഉണ്ടാവില്ല. പിന്നെ ഇവരെ മന്ത്രവാദം, ആഭിചാരം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് എന്താണ് അവരുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചിരിക്കുന്നുണ്ടാവും. ഇനിയുള്ളത് സാമ്പത്തിക പ്രശ്നങ്ങളാണ്. ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക തൊഴിൽ അല്ലെങ്കിൽ വരുമാനം നേടുന്ന തൊഴിലെന്നൊന്നും അവർക്ക് പറയാനില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ ഭക്ഷണം അത് തേടുന്ന ജോലി മാത്രമാണ് അവർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഭാവിയിലേക്കുള്ള സമ്പാദിക്കണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് വിവരം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളായിരിക്കും. സമ്പത്തിൻ്റെ കാര്യത്തിൽ അവർ വളരെ പിന്നോക്കമുള്ള ആൾക്കാരായിരിക്കും. സ്ഥിരമായിട്ടുള്ള ജോലിയും അതൊന്നും ഇല്ലാത്തത്. ഇനി അടുത്തത് ദാരിദ്ര്യവും കടബാധ്യതകളും. കടബാധ്യതകൾക്ക് എന്താണ് കാരണം, ദാരിദ്ര്യമാണ് കാരണം. അപ്പോൾ അവരിപ്പോഴും പഴയ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവരങ്ങനെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ വരുമാന മാർഗങ്ങൾ നേടാനോ അല്ലെങ്കിൽ തേടാനോ ഒന്നുള്ള വിവരമൊന്നും അവർക്ക് ഇല്ല. അപ്പോൾ അത് പതുക്കെ എന്താണ് അവരെ ദാരിദ്ര്യത്തിലേക്ക് പെട്ടെന്ന് ഇപ്പോൾ അവർക്ക് അന്നന്ന് വാങ്ങി കഴിക്കാവുന്ന അല്ലെങ്കിൽ അന്നന്ന് കാട്ടിൽ പോയി ശേഖരിച്ച് കഴിക്കാവുന്ന അവസ്ഥകളുണ്ടാവും. പക്ഷെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ എന്താണ്, പിന്നെ അവർക്ക് ഫുഡില്ല, നാളേക്ക് നമ്മൾ എന്തെങ്കിലും സമ്പാദിച്ച് വെക്കണം, അങ്ങനെയുള്ള ചിന്തകളൊന്നും അവർക്ക് ഇല്ല. ഇനി ഭൂമി കുടിയൊഴിപ്പിക്കൽ. ഇപ്പം എന്തെങ്കിലും ഒരു വികസനത്തിൻ്റെയൊക്കെ പേരിൽ എന്തെങ്കിലും വ്യവസായങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്താണ് അവർ താമസിക്കുന്ന അല്ലെങ്കിൽ അവർ അധിവസിക്കുന്ന പ്രദേശമാണ് സർക്കാർ കണ്ടെത്തിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് അവരുടെ ആ ഒരു പ്രദേശം വിട്ട് പോകേണ്ടി വരും. അപ്പോൾ അത് മൊത്തത്തിൽ അവരുടെ ജീവിതത്തെ ബാധിക്കും. പിന്നെ അവർ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് ഒട്ടും അഡാപ്റ്റബിൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കില്ല. ഇനി തൊഴിലില്ലായ്മയും ജോലി സ്ഥിരമില്ലായ്മയും. അവർക്ക് പ്രത്യേകിച്ച് ജോലി എന്ന് പറയാനില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് അവരുടെ ഭക്ഷണ ആവശ്യം നിറവേറ്റാൻ മാത്രമാണ് അവർ ചെയ്യുന്ന ജോലികൾ മുഴുവനും. ഇപ്പോൾ വേട്ടയാടുന്നവരെന്താണ്, അവർ ഭക്ഷണം കഴിക്കാനാണ്, അല്ലാതെ നമ്മളെപ്പോലെ എന്തെങ്കിലും ജോലി ചെയ്ത് സമ്പാദിച്ച് എടുത്തു വയ്ക്കുക എന്നുള്ളതൊന്നുമില്ല. പിന്നെ ബാങ്കിങ് സൗകര്യങ്ങളുടെ അപര്യാപ്തത. സ്വന്തമായിട്ട് തൊഴിൽ തന്നെ കൃത്യമായിട്ടില്ലാത്തവർക്ക് എന്താണല്ലേ ബാങ്കിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ സമ്പാദിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എന്താണ് ഇത്തരം ബാങ്കിങ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതെന്താണ് അല്ലെങ്കിൽ ഇതിന് വേണ്ടി ഇന്നത് ചെയ്യണം അങ്ങനെയൊക്കെ ഒരു ചിന്താഗതികളുണ്ടാവും. ഇതൊന്നും അവർക്ക് അറിയില്ല. പിന്നെ മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ബ്രിട്ടീഷ് ഭരണകാലത്തൊക്കെ ബ്രിട്ടീഷുകാർ ഗോത്രവർഗ്ഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സന്താൾ കലാപമൊക്കെ കയറി മെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്താണ് അവരുടെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ എന്താണ് ഒരു പരിധി വരെ ഇവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഒരു പീഡനങ്ങളിൽ നിന്നൊക്കെ മോക്ഷം കിട്ടും എന്ന് തോന്നിയിട്ട് എന്താണ് കുറേ ആൾക്കാർ മതം മാറിയിട്ടുണ്ട്. അതിൽ ഗോത്രവർഗ്ഗക്കാരും പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഇത്രയും കാലം ആചരിച്ചു പോകുന്ന ആചാരങ്ങളും ജീവിത രീതികളും ഒക്കെ പെട്ടെന്ന് എന്താണ് മാറ്റപ്പെടുകയാണ്. പക്ഷെ അതവർ സാഹചര്യം കൊണ്ട് അവരങ്ങനെ ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് ഗോത്രവർഗ്ഗക്കാരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ പ്രശ്നങ്ങൾ.
അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ 8%, ഇന്ത്യൻ ജനസംഖ്യയുടെ 8% എന്താണ്? ട്രൈബ്സാണ്, ഷെഡ്യൂൾഡ് ട്രൈബ്സാണ്. ഇനി ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇന്ത്യയിൽ 15%, ജനസംഖ്യയുടെ 15% വരുന്നത്. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, അവരുടെ പ്രശ്നങ്ങൾ, എന്താണ് ഷെഡ്യൂൾഡ് ട്രൈബ്, അവരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് വായിച്ച് നോക്കുക. മെയിൻ ഹെഡിങ്സ് നിങ്ങളിങ്ങനെ പഠിച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിലുള്ളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. താങ്ക് യു.